അനുഗതരായിട്ടുള്ള ബഹുമാനരായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, പ്രമുഖ വ്യക്തികളാണ് എല്ലാവരും. ഞാൻ ആരെയും പേര് പരാമർശിച്ചു പോകുന്നില്ല. ഇവിടെ ഒരു പ്രസംഗത്തിൽ പറയാനുള്ള കാര്യമില്ലാത്ത വിധം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ചടങ്ങ് എന്തിനു വേണ്ടിയാണ്, എവിടേക്കാണ് ഞാൻ പോകുന്നത് എന്ന കൃത്യമായ ധാരണയോട് കൂടിയാണ് ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ളത്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ വർഷങ്ങളായി അതിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു വലിയ കേഡറ്റിനെയാണ് പാർട്ടി നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. പാർട്ടിയുടെ നഷ്ടത്തിനപ്പുറത്ത് പാർട്ടിയിൽ ചേർന്ന് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘം ഒന്നിച്ച് യാത്ര ചെയ്യുക, ഒരേ വികാരത്തോടെ ഒരേ മനസ്സോടു കൂടി ഒരു സംഘം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ പെട്ടെന്നൊരു നാൾ ഒരാൾ അങ്ങനെ പോകുമ്പോഴുണ്ടാകുന്ന നമുക്ക് സഹിക്കാനാവാത്ത വലിയ ആഘാതമാണ് ഷുക്കൂറിന്റെ മരണം നമ്മിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിക്കാരനെ നഷ്ടപ്പെട്ടു എന്നതല്ല, ഒരു സ്നേഹം വിതറി കടന്നുപോയ, സദാ ചിരിച്ചുകൊണ്ട് നമുക്കിടയിലേക്ക് കടന്നു വരുമായിരുന്ന ഒരാളാണ്. ഷുക്കൂറില്ലാത്ത 3 ദിവസമാണ് കടന്നുപോയത്. ഇനി ഒരു ദിവസവും ഷുക്കൂറില്ല എന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ എന്തുമാത്രമാണ് ഈ മനുഷ്യൻ സ്നേഹം കൊണ്ട് മൂടിയതെന്ന്, എന്തുമാത്രമാണ് ഈ പാർട്ടിയെ അയാൾ ചേർത്ത് പിടിച്ചതെന്ന്. ഷുക്കൂറില്ലാത്ത ഓരോ ദിവസവും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഓരോ നിമിഷവും ഞങ്ങളെല്ലാവരും അവനവന്റെ ജോലികളിലും പരിപാടികളിലും പ്രോഗ്രാമുകളിലും ഒക്കെ പങ്കെടുക്കുമ്പോഴും ആ ഓരോ സമയത്തും നമ്മളെ അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിരന്തരമായ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഞാൻ കടന്നുപോയതിനു ശേഷം ഇന്നലെ ഒരു പ്രോഗ്രാമിൽ പ്രസംഗത്തിന് വേണ്ടി എനിക്ക് പോകേണ്ടിയിരുന്നു. വളരെ നേരത്തെ പറഞ്ഞു ഏൽപ്പിച്ച ഒരു പരിപാടിയാണ്. ഇതിനൊരു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. എണീറ്റ് നിൽക്കുമ്പോൾ സത്യത്തിൽ ഒന്നും പറയാനാവുന്നില്ല. ഞാൻ അവിടെ പഠിച്ചുകൂടിയ മനുഷ്യരോടായി പറഞ്ഞത്, ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നില്ല, എന്നെ വളരെ നേരത്തെ കൂടി ഇതിനെ വിളിച്ചതാണ്. പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും, ഇന്നെന്ത് ഞാൻ പറഞ്ഞാലും അതിൽ സങ്കടത്തിന്റെ കണ്ണീരുണ്ടാകും. എനിക്ക് ഇവിടെ പറയാനുള്ളതും അതാണ്. നമ്മൾ എത്ര സംസാരിച്ചു പോകുമ്പോഴും അത് കണ്ണുനീരായി പെയ്തിറങ്ങുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പക്ഷി അത് താണു പറന്ന് മേലേക്ക് ഉയർന്നു പൊങ്ങി ഉയർന്നു പറന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു നാൾ ഒരു ചിറകറ്റ് രക്തമിക്കുന്ന ഒരൊറ്റ ചിറകുമായി ഒരു പാർട്ടിക്ക് പോകേണ്ടി വരിക എന്ന് പറയുന്നത്. രക്തമിക്കുന്ന ഒരൊറ്റ ചിറകുമായി മാത്രം മുസ്ലിം ലീഗിന് പറക്കേണ്ടി വരിക എന്നത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള എത്ര വലിയ പ്രയാസമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഷുക്കൂർ കുവൈത്തിൽ നിന്ന് കടന്നു വന്ന് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി നിൽക്കുകയാണ്. സത്യത്തിൽ ആദ്യം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നാട്ടിൽ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. മുഴുവൻ സമയം
പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, ഷുക്കൂറെ ജോലി കാര്യങ്ങൾ എന്തെങ്കിലും നോക്കട്ടെ, അത് വരുമ്പവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി നോക്കണം എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ കാര്യങ്ങളിൽ കൂടുതൽ ഏറ്റെടുത്ത് പോകുന്നതിനിടയിലാണ് ഒരു ചെറിയ കച്ചവടത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നത്. ആ കച്ചവടത്തിന് വേണ്ടി കുറച്ചു കാലം അതിൽ വ്യാപൃതനായെങ്കിൽ പോലും ആ കച്ചവടം തന്റെ കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും പഴയതുപോലെ മുഴുവൻ സമയവും ഇതിനു വേണ്ടി ഏറ്റവും കുറച്ചു സമയം ജോലിക്ക് പോയി കൂടുതൽ സമയം പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ചു എന്നതാണ് ഷുക്കൂർ ചെയ്തു വെച്ചത്. ഒരു പക്ഷേ ജോലിക്ക് പോയിട്ടുണ്ടാവുക ഒരു 5 മണിക്കൂറാണെങ്കിൽ നേരത്തെ അബ്ബാസ് സൂചിപ്പിച്ച പോലെ, നൗഫൽ സൂചിപ്പിച്ച പോലെ രാത്രി 12 മണി വരെയും പാർട്ടിയുടെ ആലോചനകളിൽ പ്രവർത്തനങ്ങളിൽ മുങ്ങി നിവർന്നുകൊണ്ട് അദ്ദേഹം കടന്നുപോയത്. ഷുക്കൂറില്ലാത്ത ഒരു കാലം നമ്മുടെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുകയാണ്. എത്രമാത്രമാണ് അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി അറിഞ്ഞും അറിയാതെയും ചെയ്തത് ഞാൻ ഓർത്തു പോവുകയാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പല അഭിപ്രായങ്ങളുടെ കൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പക്ഷേ അങ്ങനെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഒരു ചെറിയ കാലത്ത് പാർട്ടിയിലും ഉണ്ടായി എന്ന് പറയാതിരിക്കാനാവില്ല. ആ സമയത്തൊക്കെ നിരന്തരമായി അതിനെ കൂട്ടിയിണക്കുന്നതിന് വേണ്ടി ഇടപെടുന്നു. ഇന്ന് ഈ പാർട്ടിക്ക് കാണുന്ന ഐക്യം ഒരുപ്പിച്ചു തന്നതാരാണ് എന്ന ചോദ്യത്തിന് മുന്നിൽ ഷുക്കൂർ എന്ന് പറയുന്ന 3 അക്ഷരം മാത്രമേയുള്ളൂ എന്ന് പറയേണ്ട സാഹചര്യം നിങ്ങൾക്കതറിയാം. ഓരോരുത്തരുടെ അടുത്തും ഷുക്കൂർ വരും. അവനിടയ്ക്ക് ചേർക്കുന്നവനാണ്, വിളക്ക് ചേർക്കുന്നവനാണ്, അവൻ ആളുകളുടെ മനസ്സിനെ അലിയിപ്പിക്കുന്നവനാണ്, അവൻ ആർദ്രമായ വർത്തമാനങ്ങൾ പറയുന്നവനാണ്, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ആളുകളെ തമ്മിൽ അടിപ്പിക്കാതെ അടുപ്പിക്കുന്നവൻ. മറ്റൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ ആ കുറ്റം ഇപ്പുറത്ത് പോയി പറയാതെ അവൻ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ സങ്കടം നടക്കുന്നവൻ. പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ യോഗം നടന്നത് കഴിഞ്ഞ ആഴ്ചയിലല്ല, കഴിഞ്ഞ ആഴ്ചയിലാണ് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് യോഗം നടന്നത്. സ്കൂളിലെ യോഗം നടന്നത് കഴിഞ്ഞ ആഴ്ച. ഇത് കഴിഞ്ഞിട്ട് മറ്റൊക്കെ ഞങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്തിൽ ആവർത്തിയിലെ ഒരു പ്രമുഖമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ ജ്ഞാനമായി സംസാരിച്ച ഒരു കാര്യം ഞാൻ പ്രവർത്തകരുമായിട്ട് ഇങ്ങനെ പങ്കുവെച്ചു. അപ്പോ ആ വ്യക്തിത്വം എന്നോട് പറഞ്ഞിരുന്നു, എന്നെ മുസ്ലിം ലീഗിലേക്ക് വല്ലാത്ത ക്ഷണമുണ്ട്, ഞാനത് ആലോചിക്കേണ്ടി വരും എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ പ്രവർത്തകരോട് പറഞ്ഞു, ഇന്നയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയാളെ മുസ്ലിം ലീഗിലേക്ക് ക്ഷണിക്കുന്നു, ഇത് നല്ല കാര്യം. ഞാൻ പറഞ്ഞു, ആര് ചെയ്താലും അത് നല്ല കാര്യമാണ്, നമ്മളൊന്നും അറിഞ്ഞില്ല എന്നേ ഉള്ളൂ, നല്ല കാര്യം എന്ന് പറഞ്ഞു. അത് പറയുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് ചുണ്ടിൽ ഒരു ഇളം ചിരിയുമായിട്ട് നിൽക്കുന്ന ഷുക്കൂറിനെ ഞങ്ങൾ കാണുക. ഞാൻ പറഞ്ഞു, ഈ ചെങ്ങായി കാക്കുന്നുണ്ട്, ഓ ചിരിക്കുന്നുണ്ട്, ഇപ്പനാവുന്നില്ല ആളുകൾ. അപ്പോ പറഞ്ഞു, ഞാൻ സംസാരിച്ചിരുന്നു, പോയി സംസാരിച്ചു. ഞങ്ങൾ ആരും അറിയാതെ ഒരു പതാകയ്ക്ക് വേണ്ടി പാതിരാവിലെ എപ്പോഴോ പോയി സംസാരിച്ചു. ഇതിന് ശക്തിപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിന്നവന്റെ പേരാണ് പാവർട്ടിയിലെ മുസ്ലിം ലീഗുകാരനെ സംബന്ധിച്ചിടത്തോളം അവനെ സ്നേഹത്തിന്റെ കൂട്ടുകാരനായി ചേർത്ത് പിടിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഷുക്കൂർ എന്ന് പറയുന്നത് വലിയൊരു വികാരമായി നിലനിൽക്കുകയാണ്. കോംപ്രമൈസ് ഇല്ലാത്ത അഭിപ്രായങ്ങൾ, നിലപാട് പറയില്ലെന്ന് ഒരു തരി പോലും വ്യത്യാസപ്പെടുത്താതെ ഷുക്കൂർ കേസ് വരുമെന്ന് പറഞ്ഞു.
ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോവുകയല്ല. കേസ് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കേസ് വന്നാലും ഇതൊക്കെ നമ്മൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം, മാപ്പ് പറഞ്ഞാൽ കേസില്ലാതാവും എന്ന് പറഞ്ഞു. എന്റെ സന്ദർഭം പറയുന്നത് ഇവിടെ അനുയോജ്യമല്ല എന്ന് പറയാത്തത്. ഞാൻ പറഞ്ഞു, ഇതിൽ ഇങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, എന്ത് കേസെടുത്താലും ഈ കേസ് നിൽക്കില്ല. മാപ്പ് പറയണോ ശുക്കൂരെ, കേസെടുത്ത് തോൽപ്പിച്ചു കളയണോ എന്ന് ചോദിച്ചപ്പോ ആരും മാപ്പ് പറയാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി ഞാനെടുത്ത നിലപാടിന്റെ പുറത്ത് കേസെങ്കിൽ കേസ്, മാപ്പ് പറയാൻ ശുക്കൂറില്ല എന്ന് പറഞ്ഞു പോയവന്റെ പേരാണ് ശുക്കൂർ. ഞാൻ അതാ പറയുന്നത്, നിലപാട് തറകളിൽ ഒരു ഇഞ്ച് പോലും വ്യത്യാസം കിട്ടാത്ത. അതേസമയത്ത് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമുണ്ട്. അവരോടൊക്കെ സ്നേഹത്തിൽ ചാലിച്ച വർത്തമാനങ്ങളിലൂടെ അവരെ ചേർത്ത് പിടിച്ചു. അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് ആരെയും മാറ്റി നിർത്താത്ത ഈ സംവിധാനത്തിന് വേണ്ടി അവൻ ചെലുത്തിയ സ്വാധീനം, അവൻ പറഞ്ഞ വർത്തമാനങ്ങൾ, അവൻ ഇണക്കി ചേർത്ത സൗഹൃദങ്ങൾ, അവൻ ചേർത്ത് പിടിച്ച കൂട്ടങ്ങൾ എല്ലാം ഇവിടെ നിലനിൽക്കുകയാണ്. ഇതെല്ലാം നിലനിൽക്കുക എന്നതാണ് അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. മജീദ് കെ ശുക്കൂറിന്റെ സന്തത സഹചാരിയായി അദ്ദേഹത്തിന്റെ ഉദ്യമങ്ങളിൽ പലപ്പോഴും കൂടെ വരാറുള്ള മജീദ് കെ ഇവിടെ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുകയാണ്. പക്ഷേ അവൻ കടന്നുപോയി. ഞാനിപ്പോ ഇങ്ങോട്ട് യോഗത്തിൽ വരുന്ന സമയത്ത് പ്രിയപ്പെട്ട അബൂബക്കർ കുറിച്ച് പറയുകയാണ്. കഴിഞ്ഞ ദിവസം അവര് പാലിയേറ്റീവിന്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. പാലിയേറ്റീവ് പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതുപോലെ അത്രയ്ക്ക് എല്ലാവരും അറിയാം. രോഗികളായി കിടക്കുന്നവരെ പരിചരിക്കാൻ, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവനെ, കിഡ്നി രോഗിയെ പക്ഷാഘാതം സംഭവിച്ച് വീട്ടിൽ നിന്ന് അനങ്ങാതെ വീട്ടുകാർക്ക് പോലും പ്രയാസപ്പെട്ട് ഭാരമായി നിൽക്കുന്ന രോഗികളെ പോയി പരിചരിക്കുന്ന ഒരു വലിയ സംവിധാനത്തിന് ഇനിയും ഇതൊക്കെ നടന്നു പോകണമല്ലോ, അതിന് കുറച്ചാളുകളെ കൂടെ വേണം. ആരുണ്ടാവുമെന്ന് ചോദിച്ചപ്പോ രോഗികളുടെ വീട്ടിലേക്ക് പോകാനാണോ, അവരെ പരിചരിക്കാനാണോ, ഒന്ന് ശുക്കൂറിന്റെ പേര് എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ദിവസം അതിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ആ വലിയ സേവന സന്നദ്ധമായ മനസ്സ് കടന്നു പോകുന്നത്. നേരത്തെ അബ്ബാസ് പറഞ്ഞ പോലെ ഞാൻ എന്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ ഇവിടെ ഉണ്ട്. അന്ന് രാവിലെ ഞാൻ അബ്ദുറഹ്മാൻ ജോലിക്ക് പോയിട്ടായി. ഞാൻ വീട്ടിൽ തന്നെ ഇറങ്ങാൻ വേണ്ടി ജോലിക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ അബ്ദുറഹ്മാനുമായിട്ട് കുറച്ചധികം നേരം ഇങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ട് ആ സമയത്താണ് ആ ഫോണിൽ ഇങ്ങനെ ആംബുലൻസിന്റെ വലിയ സൈറൻ മുഴങ്ങിക്കൊണ്ട് ആംബുലൻസ് പോയി. ആ ഫോൺ സംസാരത്തിനിടയ്ക്ക് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, ആംബുലൻസ് കൊണ്ടുവരാന്ന്, എവിടേക്കാണാവോന്ന് അവനും പറഞ്ഞു. സംസാരം ഇങ്ങനെ നീണ്ടുപോകുന്നതിനിടയിൽ ആംബുലൻസ് തിരിച്ചുപോയി. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ആരെയാണാവോ, എന്താണെന്നറിയില്ല, ആരൊന്നും പറഞ്ഞിട്ടില്ല. സംസാരം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ അബ്ദുറഹ്മാനോട് പറയുന്നത്, അബ്ദുറഹ്മാനെ അബ്ദുൽഹക്ക് വിളിക്കുന്നുണ്ട്, നമ്മുടെ എന്തെങ്കിലും ആണെന്ന് അറിയുന്ന ഫോൺ കട്ട് ചെയ്യുന്നു. ഫോൺ കട്ട് ചെയ്യുമ്പോൾ അബ്ദുലക്കിന്റെ ഫോൺ വീണ്ടും നീങ്ങിയിരുന്നു. ഞാൻ എടുത്തപ്പോ അബ്ദുലക്ക് പറഞ്ഞു, ശുക്കൂറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ വണ്ടിയെടുത്ത് ഓടിച്ചെന്ന സമയം പിന്നുള്ളത് നേരത്തെ പാസ് പറഞ്ഞ പോലെ പഠിച്ചവന്റെ വലിയ അനുഗ്രഹം, പ്രിയപ്പെട്ട സാജമാഷും ഫിറോസിയും എല്ലാവരുടെയും ബാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി കടന്നു പോകുമ്പോൾ അവനിങ്ങനെ ഇരിക്കാനും അവൻ അനുസ്മരിക്കാനും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ നന്മകൾ നിങ്ങൾ പറയേ എന്ന് പറഞ്ഞ പടച്ച തമ്പുരാന്റെ ആ തീരുമാനം അനുസരിക്കാനും നമുക്കിപ്പോ അവസരമുണ്ടാവുകയും, ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അയാളുടെ നന്മകൾ വാഴ്ത്താൻ ഇതുപോലെ ആളുകൾ ഉണ്ടാവുക എന്നൊരു വലിയ കാര്യമാണ്. ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ചെയ്തു വെച്ച നല്ല കാര്യങ്ങൾ എല്ലാ സ്നേഹത്തിലും ഞാനിപ്പോ ഓർക്കുകയാണ്. എന്റെ തറവാടിന്റെ അടുത്ത്, വടക്കേല വീടിന്റെ അടുത്ത് ഒരു വീട് KMCC കൊടുക്കുകയുണ്ടായി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു, അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു.
പക്ഷേ അവിടെയൊക്കെ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് അൽഹംദുലില്ലാഹ് ആ ഒരു വീട് ബൈത്തുർ റഹ്മ എന്ന ആ വീട് അവിടെ കൊടുക്കുന്നതിൽ ശുക്കൂറിന്റെ ഒരു പങ്ക് ചെറുതല്ല. അവൻ അവിടെ ജോലി ചെയ്തിരുന്നവനാണ്. അവൻ ചെയ്ത നന്മകൾ ഇവിടെ ജീവിക്കും. ശുക്കൂർ കടന്നു പോയാൽ ഈ സംവിധാനമുള്ളിടത്തോളം കാലം, ഈ കൂട്ടുകാരുള്ളിടത്തോളം കാലം, നമ്മുടെയൊക്കെ ജീവിതമുള്ളിടത്തോളം കാലം ശുക്കൂർ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു അദ്ദേഹത്തിന്റെ ആശ്രയം വെളിച്ചമാക്കി കൊടുക്കട്ടെ. പ്രയാസപ്പെടുന്ന ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഒരു മകളുണ്ട്. ആ മകളെയൊക്കെ വല്ലാതെ ചേർത്ത് പിടിച്ചവനാണ് അവൻ. നന്നായി പഠിപ്പിച്ചു. എന്നോട് പറയാറുണ്ട്, നല്ല വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. നല്ല പഠനം കൊടുത്തു. അവളെ ജോലിയായി വിവാഹം കഴിച്ചു. അവളുടെ മകളെ കുട്ടിയെ നമ്മൾ കണ്ടു. ഭർത്താവ് അവിടെ ഉണ്ട് തോന്നുന്നു. നേരത്തെ കണ്ണൂര് തോന്നിയില്ലേ? ഉണ്ടോ? ഒന്നുമില്ല, അവിടെ ഉണ്ട്. അപ്പോ സ്നേഹം കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചു. കുടുംബത്തെ പ്രത്യേകിച്ച് കനിയന്മാർ ഒരു സ്ഥാനത്തിനും വന്ന് നിൽക്കാതെ, ഒരു ചടങ്ങിലും വന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാത്തവർ, ഒരു പരിപാടിയിൽ സ്റ്റേജിൽ കയറി നിരങ്ങാത്തവർ, പക്ഷേ എല്ലാറ്റിനും പുറകിൽ ശക്തിയായ സാന്നിധ്യമായി നിലകൊണ്ടവർ. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നീ ഒരു ഭാരവാഹിയായിട്ട് നിൽക്കണ്ടാന്ന്. ഒരിക്കലും സമ്മതിച്ചില്ല. അവസാനം നിർബന്ധം കൂടിയപ്പോൾ പറഞ്ഞൊരു ന്യായം എന്തെന്നാൽ, എന്റെ അനിയനല്ലേ ജനറൽ സെക്രട്ടറി, പിന്നെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും വന്നാൽ എന്താ ശരിയാവുന്നു? ഞാൻ പറഞ്ഞു, ശുക്കൂറെ, നീ നിലവിലുള്ള പാർട്ടിയുടെ ഭാരവാഹിയായി, പുതിയ പ്രസിഡന്റ് സെക്രട്ടറി വരുന്നു എന്നുള്ളത് കൊണ്ട് ഭാരവാഹികൾ മാറിപ്പോവുക എന്നുള്ള ഒരു പദവി സംവിധാനത്തിലില്ല. ഈ തുടരണം എന്ന് പറഞ്ഞ നിർബന്ധത്തിന് മുന്നിലാണ് ഇപ്പോ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു സ്ഥാനത്തിന് വേണ്ടിയാകാതെ നിരന്തരമായി മനുഷ്യർക്ക് സേവനം ചെയ്ത് ജീവിക്കണമെന്ന ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്ത് ഈ സംവിധാനത്തെ നിലനിർത്താൻ പാടുപെട്ട പടച്ച തമ്പുരാൻ ആ പാടുപെട്ട ശുക്കൂറിന്റെ ആശ്രം വിജയിപ്പിക്കട്ടെ. നമ്മളെല്ലാവരും ഒരു ദിവസം കടന്നു പോകും. പരമമായ സത്യം എന്ന് പറയുന്നത് മരണമാണ്. എല്ലാവരും മരിക്കും. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മൾ മരിക്കും. ഇതേ അവസ്ഥയിലൂടെ നമ്മളൊക്കെ കടന്നു പോകും. ഇസ്രായേൽ വന്ന് നമ്മുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകും. അറിയാം, അങ്ങനെ കൊണ്ടുപോകുമ്പോ നന്മയുടെ കൂട്ടത്തിൽ നാളെ മോക്ഷം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മരണത്തിന്, ശുക്കൂറിന്റെ മരണത്തിൽ നൊന്ത് കഴിയുന്ന അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുണ്ട്, നൂറുണ്ട്, മക്ബൂലുണ്ട്, ജയ്ഫുണ്ട്, എല്ലാവരും കുടുംബങ്ങളുണ്ട്. അല്ലാഹു ഒക്കെ ക്ഷമ നൽകുമാറാകട്ടെ. അല്ലാഹു അവരുടെ ശേഷിക്കുന്ന അവരുടെ ഭാര്യ മക്കൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുത്താത്ത വിധം ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കുടുംബമുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ശുക്കൂറില്ല എന്ന നിലയ്ക്കുള്ള പ്രയാസങ്ങളില്ലാത്ത വിധം പടച്ച തമ്പുരാൻ അവരെ കാക്കട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.